കൃഷ്ണ. ബുദ്ധി, ജ്ഞാനം, സംശയമില്ലായ്മ, വ്യാമോഹമില്ലായ്മ, ക്ഷമ, സത്യം, ഇന്ദ്രിയ സംയമനം, മനസ്സംയമനം, സുഖദുഃഖങ്ങൾ, ജനന മരണങ്ങൾ, ഭയം, ഭയരാഹിത്യം, അഹിംസ, സമതുലിതാവസ്ഥ, തൃപ്തി, തപസ്, ദാനം, കീർത്തി, അപകീർത്തി എന്നിങ്ങനെ ജീവാത്മാക്കളുടെ വിവിധ ഗുണങ്ങളെയെല്ലാം ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ജീവജാലങ്ങളുടെ നല്ലതും ചീത്തയുമായ വിവിധ ഗുണങ്ങൾ കൃഷ്ണനാണ് സൃഷ്ടിച്ചത്. അവയെല്ലാം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ബുദ്ധി എന്നത് വസ്തുക്കളെ ശരിയായ കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്യാനുള്ള കഴിവും, ജ്ഞാനം എന്നത് ആത്മാവെന്ത്, ജഡമെന്ത് എന്നറിയുന്നതുമാണ്. സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന സാധാരണ ജ്ഞാനം ഭൗതിക പദാർത്ഥത്തെ സംബന്ധിക്കുന്നതാണ്. അതിവിടെ ജ്ഞാനമായി അംഗീകരിച്ചിട്ടില്ല. ജ്ഞാനം എന്നാൽ ആത്മാവും ജഡവും തമ്മിലുള്ള വ്യത്യാസം ഗ്രഹിക്കലാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൽ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്നൊന്നില്ല. ഭൗതിക മൂലകങ്ങളിലും ശാരീരിക ആവശ്യങ്ങളിലും മാത്രമാണ് അവരുടെ ശ്രദ്ധ. അതിനാൽ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിന് പൂർണ്ണതയില്ല. അസംമോഹം അഥവാ സംശയങ്ങളിൽ നിന്നും ഭ്രമങ്ങളിൽ നിന്നും ഉള്ള മോചനം. സങ്കോചമില്ലാതെ ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് നേടാം. പതുക്കെ തീർച്ചയായും വ്യാമോഹങ്ങളിൽ നിന്നും അയാൾ മുക്തനായി തീരും. അന്ധമായി ഒന്നിനെയും സ്വീകരിച്ചുകൂടാ. ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം സ്വീകരിക്കാൻ. ക്ഷമ, മാപ്പ് കൊടുക്കാൻ പരിശീലിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ചെറിയ ചെറിയ പിഴവുകൾ പൊറുക്കുക. സത്യം എന്ന് വെച്ചാൽ വസ്തുക്കളെ അന്യർക്ക് ഉപകരിക്കാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുക. സത്യത്തെ മറ്റൊരു വിധത്തിൽ അവതരിപ്പിച്ചുകൂടാ. സാമൂഹ്യ മര്യാദയെ അനുസരിച്ച് മറ്റുള്ളവർക്ക് ഹിതകരമായ സത്യം മാത്രമേ പറയാവൂ. സത്യമെന്നതല്ല, വാസ്തവമെന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സത്യം വളച്ചൊടിക്കാതെ പറയണം. ഒരാൾ കള്ളനാണെങ്കിൽ അയാൾ കള്ളനാണെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് സത്യമാണ്. സത്യം ചിലപ്പോൾ അപ്രിയമായേക്കാം, എങ്കിലും അത് പറയാതിരിക്കരുത്. മറ്റുള്ളവരുടെ നന്മയ്ക്കായി വസ്തുക്കളെ അതേപടി അവതരിപ്പിക്കുക എന്നതാണ് സത്യത്തിന്റെ നിർവചനം. ആവശ്യമില്ലാതെ സ്വന്തം സുഖാനുഭവങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതിരിക്കലാണ് ഇന്ദ്രിയ സംയമനം. ഇന്ദ്രിയങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് തെറ്റില്ല. എങ്കിലും ആവശ്യത്തിൽ കവിഞ്ഞ സുഖാനുഭവങ്ങൾ ആത്മീയ പുരോഗതിക്ക് ദോഷം ചെയ്യും. ഇന്ദ്രിയങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കരുത്. അതുപോലെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മനസ്സിനെയും മാറ്റി നിർത്തണം. അതിനെ ശമം എന്ന് പറയുന്നു. ധനസമ്പാദനോപായങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം പോക്കരുത്. ചിന്താശക്തിയുടെ ദുരുപയോഗമാണ് മനുഷ്യന്റെ പ്രധാന ആവശ്യങ്ങൾ ഏതെല്ലാമെന്ന് മനസ്സിലാക്കുകയും ആധികാരികമായി അവതരിപ്പിക്കുകയും ചെയ്യണം. ധർമ്മശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയവരും പുണ്യാത്മാക്കളും ആധ്യാത്മിക ആചാര്യന്മാരും ഉത്കൃഷ്ട ചിന്തകരുമായ സമ്പർക്കം കൊണ്ട് ചിന്താശക്തിയെ വളർത്തിയെടുക്കണം. കൃഷ്ണാവബോധത്തിന്റെ പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള എന്തിനേയും സ്വീകരിക്കണം. പ്രതികൂലമായതിനെ ഉപേക്ഷിക്കുകയും ചെയ്യണം. ഭവം, ജനനം ശരീരത്തെ സംബന്ധിച്ചതാണെന്ന് മനസ്സിലാക്കണം. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജനന മരണം എന്നൊന്നില്ല. ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭൗതിക ലോകത്തിലെ ഒരാളുടെ മൂർത്തിത്വത്തിന് മാത്രമേ ജനന മരണങ്ങളിൽ ബാധകമായിട്ടുള്ളൂ. ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയാണ് ഭയത്തിന് കാരണം. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തിക്ക് ഭയമില്ല. എന്തുകൊണ്ടെന്നാൽ സ്വപ്രവൃത്തികൾ കൊണ്ട് അയാൾ പരവ്യോമത്തിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് നിശ്ചയമായും തിരിച്ചു പോകും. അതുകൊണ്ട് അയാളുടെ ഭാവി ഭാസുരമാണ്. മറ്റുള്ളവർക്ക് തങ്ങളുടെ ഭാവി എന്തെന്ന് അറിഞ്ഞുകൂടാ. വരാൻ പോകുന്ന ജന്മത്തിന്റെ സ്ഥിതിയും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ നിരന്തരം ഉത്കണ്ഠാഭരിതരാകുന്നു. ഈ ആകുലതയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മുഖ്യോപായം കൃഷ്ണനെ കുറിച്ചുള്ള അറിവും സദാ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്നതുമാകുന്നു. അങ്ങനെ നമുക്ക് സകല ഭയങ്ങളിൽ നിന്നും മോചിതരാകാം. ഭയം ദ്വിതീയാഭിനിവേശതഃ സ്യാത് എന്ന് ഭാഗവതം 11:2-37 പറയുന്നുണ്ട്. മായാശക്തിയിൽ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. മായാശക്തിയിൽ നിന്ന് മുക്തി നേടി തങ്ങൾ ഭൗതിക ശരീരങ്ങളല്ല, ഭഗവാന്റെ ആധ്യാത്മിക അംശങ്ങളാണെന്ന് മനസ്സിലാക്കി വിശ്വാസത്തോടെ ഭഗവത് സേവനത്തിൽ നിരന്തരം ഏർപ്പെടുന്നവർക്കാകട്ടെ പേടിക്കാൻ ഒന്നുമില്ല. ശോഭനമാണ് അവരുടെ ഭാവി. കൃഷ്ണാവബോധമില്ലാത്തവരുടെ അവസ്ഥയാണ് ഈ ഭയം. കൃഷ്ണാവബോധമില്ലാത്തവരുടെ അവസ്ഥയാണ് ഈ ഭയം. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭയരാഹിത്യം സാധ്യമാകും. മറ്റുള്ളവർക്ക് ക്ലേശമോ ആശയക്കുഴപ്പമോ ഉണ്ടാക്കാവുന്നതൊന്നും ചെയ്യാതിരിക്കലാണ് അഹിംസ.
രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും വാഗ്ദാനം ചെയ്യുന്ന ഭൗതിക പ്രവർത്തനങ്ങൾ നല്ല ഫലങ്ങൾ ഉളവാക്കുന്നില്ല. അവർക്ക് ആധ്യാത്മിക വീക്ഷണം ഇല്ലെന്നതാണ് ഇതിന് കാരണം. മാനവ സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായത് എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യ ശരീരത്തെ ശരിയായി ഉപയോഗപ്പെടുത്താനാകുന്ന പരിശീലനം ജനങ്ങൾക്ക് നൽകണം. ഇതാണ് അഹിംസ. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് മനുഷ്യ ശരീരം. ഈ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകാത്ത ഏതൊരു പ്രസ്ഥാനവും കമ്മീഷനും മനുഷ്യ ശരീരത്തെ ഹിംസിക്കുകയുമാണ് ചെയ്യുന്നത്. ഭാവിയിൽ ജനങ്ങളെ ആധ്യാത്മിക സുഖത്തിലേക്ക് നയിക്കാവുന്ന എന്തും അഹിംസ തന്നെയാണ്. അടുത്തത് സമത, സന്തുലിതാവസ്ഥ എന്നത് രാഗദ്വേഷങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ്. അത്യന്തം ആസക്തിയോ അത്യന്തം അനാസക്തിയോ ഉത്തമമല്ല. അസക്തിയോ വെറുപ്പോ കൂടാതെ ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കണം. കൃഷ്ണാവബോധം പ്രായോഗികമാക്കുന്നതിന് സഹായകമാണ് സ്വീകരിക്കുകയും വിരുദ്ധമായത് ഉപേക്ഷിക്കുകയും വേണം. അതായത് സന്തുലിതാവസ്ഥ, സമത, കൃഷ്ണാവബോധാനുഷ്ഠാനങ്ങൾക്ക് ഉപയോഗപ്പെടാത്ത പക്ഷം സ്വീകരിക്കാനോ ഉപേക്ഷിക്കാനോ യാതൊന്നുമില്ല. കൃഷ്ണാവബോധനായ ഒരു വ്യക്തിക്ക് തുഷ്ടി സംതൃപ്തിയാണ്. അനാവശ്യമായി പ്രവർത്തനങ്ങളിലൂടെ ഭൗതിക വസ്തുക്കൾ വീണ്ടും വീണ്ടും നേടിയെടുക്കാനുള്ള ആകാംക്ഷ പാടില്ല. ഭഗവത് അനുഗ്രഹത്താൽ ലഭിക്കുന്നത് എന്തായാലും അതുകൊണ്ട് തൃപ്തനാകണം. അതാണ് സംതൃപ്തി. തപസ്സിന്റെ കാര്യത്തിൽ വേദവിഹിതങ്ങളായ നിബന്ധനകൾ പലതുമുണ്ട്. പുലർച്ചയ്ക്ക് മുമ്പ് ഉണരലും സ്നാനവും അക്കൂട്ടത്തിൽ പെടും. പുലരുന്നതിന് മുമ്പ് ഉണരാനും കുളിക്കാനും ചിലപ്പോൾ ഏറെ പ്രയാസമുണ്ട്. എന്നാൽ ഇത്തരം ക്ലേശങ്ങൾ സ്വമേധയാ അനുഭവിക്കുന്നത് തന്നെയാണ് തപസ് എന്ന് പറയുന്നത്. മാസത്തിൽ ചില പ്രത്യേക ദിവസങ്ങൾ ഉപവാസം വിധിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായി ആർക്കും ഉപവാസത്തിൽ താല്പര്യമുണ്ടാവില്ല. എന്നാൽ കൃഷ്ണാവബോധ വിജ്ഞാനത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ദൃഢനിശ്ചയത്തോടെ അത്തരം ശാരീരിക ക്ലേശങ്ങൾ സഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദികാജ്ഞകൾക്കെതിരായോ അനാവശ്യമായോ ഉപവസിക്കുകയും അരുത്. രാഷ്ട്രീയ കാര്യസിദ്ധിക്ക് വേണ്ടി ഉപവസിച്ചുകൂടാ. തമോ ഗുണത്തിലുള്ള ഉപവാസമായിട്ടാണ് അതിനെ ഭഗവത്ഗീത വിവരിക്കുന്നത്. രജസ്തമോ ഗുണങ്ങളോടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആത്മീയ പുരോഗതിക്ക് സഹായകരമല്ല. സത്വഗുണത്തിൽ ചെയ്യുന്നതെല്ലാം പുരോഗതിയിലേക്ക് നയിക്കും. വേദജ്ഞാനാനുസരണം ചെയ്യുന്ന ഉപവാസം ആധ്യാത്മിക ജ്ഞാനമുള്ളവരെ സമ്പുഷ്ടിപ്പെടുത്തുന്നു. ഒരാൾ തന്റെ സമ്പത്തിൽ നിന്നും പകുതി ഭാഗം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കണം. അതാണ് ദാനം. എന്താണ് ഈ നല്ല കാര്യം? കൃഷ്ണാവബോധാനുസരണം പ്രവർത്തിക്കുന്നതാണ് നല്ലത്. നല്ല ഒരു കാര്യം മാത്രമല്ല, ഉത്തമമായ കർത്തവ്യവുമാണത്. കൃഷ്ണൻ നല്ലവനാകയാൽ അദ്ദേഹത്തിന് ഉള്ളതെല്ലാം നല്ലതാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് ദാനം ചെയ്യേണ്ടത് ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടതെന്ന് വൈദിക സാഹിത്യങ്ങൾ ഘോഷിക്കുന്നുണ്ട്. വേദജ്ഞാനാനുസരണം അത്ര ഉത്തമമായ നിലയിൽ അല്ലെങ്കിലും ഈ പതിവ് ഇന്നും തുടർന്നു പോരുന്നുണ്ട്. എന്നാലും ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടതെന്നാണ് ആജ്ഞ. എന്തുകൊണ്ട്? അത് ഉത്കൃഷ്ടമായ ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തന്നെ കാരണം. ഒരു ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നതിനാൽ തന്റെ ആയുഷ്കാലം മുഴുവനും അർപ്പിക്കേണ്ടതാണ്. ജ്ഞാനാദീതി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ. തങ്ങളുടെ ജീവിത നിർവഹണത്തിന് ആവശ്യമായ ധനാർജനത്തിന് സമയം കിട്ടാത്ത വിധത്തിൽ സദാ ഉത്കൃഷ്ടമായ ആധ്യാത്മിക സേവനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത്. വൈദിക സാഹിത്യം അനുസരിച്ച് സന്യാസിയും ദാനം വാങ്ങാൻ അർഹനാണ്. സന്യാസി വീടുതോറും ഭിക്ഷയ്ക്ക് ചെയ്യുന്നത് ധനം നേടാനല്ല, ദൗത്യ നിർവഹണത്തിനാണ്. അജ്ഞാനനിദ്രയിൽ നിന്നും ഗൃഹസ്ഥന്മാരെ ഉയർത്തുന്നതിനാണ് സന്യാസി വീടുതോറും സഞ്ചരിക്കുന്നത്. ഗൃഹസ്ഥന്മാർ കുടുംബജീവിത കാര്യങ്ങൾ മുഴുകിയതിനാൽ തങ്ങളുടെ യഥാർത്ഥ ജീവിത ഉദ്ദേശം കൃഷ്ണാവബോധം ഉണർത്തിക്കുന്നത് എന്നതാണ് മറന്നുപോകുന്നത്. അതിനാൽ യാചകരായി ഗൃഹസ്ഥന്മാരെ സമീപിച്ച് അവർക്ക് കൃഷ്ണാവബോധത്തിലേക്ക് പ്രചോദനം നൽകുക എന്നതാണ് സന്യാസിയുടെ കർത്തവ്യം. വേദങ്ങൾ ഘോഷിക്കുന്നത് പോലെ ഒരാൾ ഉണർന്ന് പ്രവർത്തിച്ച് മനുഷ്യജന്മം കൊണ്ട് നേടാവുന്നത് നേടുക തന്നെ വേണം. ഇതിനുള്ള കഴിവും രീതിയും സന്യാസികൾ നൽകുന്നു. അതിനാൽ സന്യാസികൾക്കും ബ്രാഹ്മണർക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ ദാനം ചെയ്യണം, അല്ലാതെ അനാവശ്യ പ്രവർത്തനങ്ങൾക്കല്ല. ഉത്തമ ഭക്തനായി അറിയപ്പെടുമ്പോൾ മാത്രമേ ഒരാൾ പ്രശസ്തനാവുന്നുള്ളൂ. യശസ് അഥവാ പ്രശസ്തി ഇപ്രകാരമായിരിക്കണം എന്ന് ചൈതന്യ മഹാപ്രഭു അഭിപ്രായപ്പെടുന്നു. അതാണ് ശരിയായ പ്രശസ്തി. ഒരാൾ കൃഷ്ണാവബോധത്തിൽ ഒരു ഉന്നത വ്യക്തിയാവുകയും അത് അറിയപ്പെടുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ പ്രശസ്തനാകുന്നു. അത്തരം പ്രശസ്തി ഇല്ലാത്തവർ അപ്രസക്തനാണ്. വിശ്വത്തിലെങ്ങും മാനവ സമുദായത്തിലും ദേവന്മാരുടെ സമൂഹത്തിലും ഈ ഗുണങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റു ഗ്രഹങ്ങളിലുമുണ്ട്. വിവിധ മാനവ രൂപങ്ങൾ
ഈ ഗുണങ്ങൾ അവിടെയുണ്ട്. കൃഷ്ണാവബോധത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഭഗവാൻ ഈ ഗുണങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. എന്നാൽ ആളുകൾ സ്വയം ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. പരമപുരുഷന്റെ ഭക്തിയുത സേവനങ്ങൾ മുഴുകിയിരിക്കുന്ന ഒരാൾ ഭഗവത് നിശ്ചയത്തിൽ എല്ലാ സദ്ഗുണങ്ങളും സജ്ജിതമാകുന്നു. നന്മയാലും തിന്മയാലും ശരി നാം കാണുന്നത് എന്തും കൃഷ്ണനിൽ നിന്നുളവാകുന്നതാണ്. കൃഷ്ണൻ ഇല്ലാത്തതൊന്നും ഈ ഭൗതിക ലോകത്തിൽ ആവിർഭവിക്കുന്നില്ല. ഇതാണ് ജ്ഞാനം. എല്ലാം വെവ്വേറെ സ്ഥിതി ചെയ്യുന്നുവെന്ന് നമുക്കറിയാമെങ്കിലും എല്ലാം കൃഷ്ണനിൽ നിന്നും ഉത്ഭവിക്കുമെന്ന് നാം മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ. മാതാജി മനസ്സിലാക്കിയ എന്റെ 3 പോയിന്റുകൾ മാതാജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് പറയാമോ മാതാജി? ഹരേ കൃഷ്ണ. എനിക്കറിയാവുന്നതൊക്കെ പറയാം. ഇവിടെ ആണെങ്കിൽ ഇവിടെ വിഭൂതി യോഗമാണ് പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ. ഭൂതി എന്നാൽ ഐശ്വര്യം അല്ലെങ്കിൽ ഐശ്വര്യത്താൽ പ്രകാശിക്കുന്ന എന്നാണ് പറയുന്നത്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഭാവമാണ്. അത് വിശേഷണ എടുത്തു പറയുന്ന രീതിയാണെങ്കിൽ പ്രകാശിക്കുമ്പോൾ അത് വിഭൂതി യോഗം എന്ന് പറയും, വിഭൂതി എന്ന് പറയും. അപ്പം ഇവിടെ ഭഗവാൻ പറഞ്ഞ ഞാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. സൂക്ഷ്മവും സ്ഥൂലവും ആയിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാനാണ്. ഈ ലോകത്തിൽ കാണുന്ന വിഭൂതികൾ എല്ലാം തന്നെ ഞാൻ തന്നെ ആണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ആ പരമാത്മാവിന്റെ വകഭേദങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ എങ്കിൽ ഇതിവിടെ നന്മയും തിന്മയും സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും എല്ലാം ആ പരമാത്മാവിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ നന്മയും തിന്മയും സന്തോഷവും ദുഃഖവും എല്ലാം ഭഗവാനിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ ചില ഉദാഹരണങ്ങൾ കൂടെയാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ ആദ്യമേ പറയുന്ന ബുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. ബുദ്ധി സത്യ അസത്യങ്ങളെ വേർതിരിച്ച് ലക്ഷ്യബോധത്തില് നിർണയിക്കുന്ന ഒരു അന്ധകരണത്തിലെ ഒരു അംശമാണ് ബുദ്ധി. സത്യവും അസത്യവും വേർതിരിച്ചു തരുന്ന ഒരു ലക്ഷ്യബോധമുണ്ട്. ആ അംശമാണ് ബുദ്ധി എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനം ശരിയായ രീതിയിലുള്ള ബുദ്ധിയുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടാകുന്ന വസ്തുബോധമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാ അറിവുകളും തിരിച്ചറിയണ ജ്ഞാനം വേണം അല്ലേ? അപ്പം അത് അസമ്മോഹനമാണ്. ജ്ഞാനം ഉള്ളിൽ തെളിയുമ്പോൾ ഭ്രമം നീങ്ങി കിട്ടുന്നു. അതാണ് ഈ അസമ്മോഹനം എന്ന് പറയുന്നത്. അടുത്തത് ക്ഷമയാണ്. ഈ ജ്ഞാനം കൂടുമ്പോൾ ക്ഷമാശീലം ഉണ്ടാകുന്നു. എന്തും സഹിക്കുവാനുള്ള കഴിവും പൊറുക്കുവാനുള്ള കഴിവും ഈ ജ്ഞാനം കൂടുമ്പോൾ ഉണ്ടാകുന്നു. അതിനെയാണ് ക്ഷമയെന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് സത്യത്തെ കുറിച്ചാണ്. സത്യം എന്ന് പറയുന്നത് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സത്യം മാത്രം ഉണ്ടാകണം. ഉള്ള കാര്യം പറയുകയും സത്യം ചെയ്യുകയും മാത്രം ചെയ്യുക ആണ് ഇവിടെ സത്യത്തിന്റെ കാര്യം പറയുന്നത്. പിന്നെ അടുത്ത ഇന്ദ്രിയങ്ങളെ തനിക്ക് അടുത്ത ദമഹ എന്നാണ് പറയുന്നത്. സാധിക്കുക, ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുക, ഇന്ദ്രിയ നിയന്ത്രണം, ആധ്യാത്മിക കാര്യങ്ങൾ, ഉന്നത പുരോഗതികൾ എത്തിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം വേണം. ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രം ഊന്നൽ കൊടുത്ത് വേണം ഇന്ദ്രിയ നിയന്ത്രണം. അടുത്തത് ശമഹ ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോൾ സ്വാഭാവികമായി മനസ്സിന് വന്നു ചേരുന്ന ഒരു ഏകാഗ്രതയാണ് ശമഹ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞു വന്നത് ഇതുവരെ പറഞ്ഞത് ആത്മതത്വത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയുള്ള ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി ആധ്യാത്മിക കാര്യത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖം ദുഃഖം നേർവിപരീതം. ഈ സുഖവും ദുഃഖവും ആപേക്ഷികമാണെന്നും നമുക്ക് മനസ്സിലാകാം. അതുകൊണ്ട് തന്നെ സുഖവും സത്യവുമല്ല, ദുഃഖവും സത്യവുമല്ല. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഭവ എന്ന് ഉണ്ടാകുക, അഭാവം ഉണ്ടായതിന്റെ അഭാവം ഇല്ലായ്മ, അഭാവം ഉണ്ടായതിന്റെ അഭാവം ഇല്ലായ്മ എന്നാണ്.
അപ്പൊ അതിന് പറയുന്നിരിക്കുന്നത് ജനന മരണം ജനനം ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള തന്നെ മനസ്സിലാക്കും. പിന്നെ മരണം എന്ന ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജനന മരണം തന്നെ ഒന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭവ എന്ന് പറയുന്നത്. പിന്നെ ഭയം പറയുന്നു, ഭയവും അഭയവും. ഭയവും ആരാണോ നമുക്ക് അഭയമായി തീരുന്നത്, ആരാണോ നമുക്ക് അഭയമായി തീരുന്നത് അതാണ് ഭയമില്ലായ്മ ആയി തീരുന്നത്. ഏതൊന്നിനെ ആശ്രയിച്ചാണോ അഭയമായി തീരുന്നത് അതാണ് അഭയം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അഹിംസ പറയുന്നു. അഹിംസയെ കുറിച്ച് വരുന്ന മറ്റൊരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് അഹിംസയെ കുറിച്ച് പറയുന്നത്. അല്ലാതെ ഒരു ഉറുമ്പിനെ കൊല്ലുകയോ കൊല്ലാതിരിക്കുക, ഈച്ചയെ കൊല്ലുക, അങ്ങനെയൊക്കെ അതിനെപ്പറ്റി അഹിംസയായിട്ട് പറയുന്നില്ല. നമുക്ക് അഹിംസ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് പോലും പ്രവൃത്തികൾ കൊണ്ട് പോലും നമ്മൾ വേദനിപ്പിക്കാതിരിക്കാൻ, അതാണ് അഹിംസ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്ന സമത. ഉള്ളിൽ എല്ലാം ഭഗവാനാണ്, ഭഗവാന്റെ അംശമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന സമഭാവന. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉള്ളിൽ തുഷ്ടിഹി എന്ന തുഷ്ടിഹി ഉണ്ടാകുന്നു. അതാണ് സദാ സന്തോഷം ഉണ്ടാകുന്നു. അതാണ് സമത. അടുത്തത് തപഹ എന്ന് പറയും, തപസ്. തപസ് എന്ന് പറയുമ്പോൾ ഈശ്വരനെ അറിയാൻ ചെയ്യുന്ന ഏത് സാധനയും അത് തപസ്സാണ്. അപ്പൊ നമ്മൾ തപസ്, ജ്ഞാനികളും മഹർഷിമാരും തപസ് ചെയ്യുന്നതും തപസ്സാണ്. പക്ഷെ നമ്മുടെ ഇപ്പം കലിയുഗത്തിൽ തപസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പം രാവിലെ വെളുപ്പിനെ എണീച്ച് കുളിക്കുന്നു, നാമസങ്കീർത്തനം ചെയ്യുന്നു, ഭാഗവത പാരായണം, ഭഗവത്ഗീത അങ്ങനെ പ്രവർത്തിക്കുക, അങ്ങനെ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത് തപസ്സാണ്. പിന്നെ പിന്നെ മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഏകാദശി വ്രതം നോക്കുന്നു, അങ്ങനെ ഉപവാസങ്ങൾ എടുക്കുന്നു. പിന്നെ ഗുരുക്കന്മാരുടെ ഓർമ്മ വരുമ്പോൾ നമുക്ക് വ്രതം എടുക്കുന്നു. അതൊക്കെ ഒരു തപസ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഭഗവാന് വേണ്ടിയുള്ള എന്ത് കർമ്മങ്ങൾ ചെയ്താലും അത് തപസ്സാണ്. അടുത്തത് ദാനം പറയാം. നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ പങ്കിടാനുള്ള അതൊരു മനോഭാവം കിട്ടുന്നതാണ് ദാനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ദാനം ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുക ചെയ്യുമ്പോൾ, ഞാൻ അങ്ങനെ ഇന്നാർക്ക് അത് കൊടുത്തു, അമ്പലങ്ങളിലും എല്ലാം ഓരോന്നൊക്കെ വലിയ പരസ്യം കൊടുത്താണ് ഞാൻ ഭഗവാൻ അത് കൊടുത്തു ഇത് കൊടുത്തു, അങ്ങനെ മറ്റൊരാളോട് പറഞ്ഞിട്ടുള്ള ദാനം ചെയ്യും. നമ്മൾ നിസ്വാർത്ഥമായിട്ട് വേണം ഒരു ദാനം ചെയ്യാൻ. ആ ഒരു ദാനം പങ്കിടൽ, അതാണ് സത്ഫലത്തെ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അടുത്ത യശസ്സാണ്. യശസ് എന്ന് പറഞ്ഞാൽ കീർത്തി. ആളുകളാൽ അറിയപ്പെടുന്നവ. ഉത്തമ ഭക്തനായി തീരുവാൻ മാത്രമേ അയാൾ കീർത്തമാനാകുന്നുള്ളൂ എന്നിവിടെ ചൈതന്യ മഹാപ്രഭു ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഉത്തമ ഭക്തനാകുക, അപ്പൊ കൃഷ്ണാബോധത്തോടെ ഇരിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് കീർത്തിമാനാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത അയശക. മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുന്ന രീതിയിലും കുറ്റപ്പെടുന്ന രീതിയിലും വന്നു ചേരുന്ന ഒരു അവസ്ഥയ്ക്കാണ് അയശക എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ലോകത്തിൽ ഭൂതാനാം പറഞ്ഞിട്ടുണ്ട്. ഭൂതാനാം ജീവഭാവങ്ങളിൽ ഒക്കെ കാണപ്പെടുന്ന വേറെ വേറെ ആയിട്ടുള്ള ഈ എല്ലാ ഭാവങ്ങളും എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്നാണ് തിരിച്ചറിയണം എന്നാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുക വളരെ പ്രധാനമാണ്. ഭഗവാൻ ഈ ഒരു ഉദാഹരണം എന്ന രീതിയിൽ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ എടുത്തു പറയുന്നു. ഇതിൽ ബ്രഹ്മഭാവത്തോട് അടുക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളും ഉണ്ട്, മറിച്ച് അടുക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളുമുണ്ട്, മാറ്റപ്പെടുന്ന ഗുണങ്ങളുമുണ്ട്. ഇത് വിവേകബുദ്ധിയോട് തിരിച്ചറിഞ്ഞ് ഇതെല്ലാം ആ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന് ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നവൻ സുഖിമാനാകുന്നു. അപ്പൊ അത് ബ്രഹ്മത്തോടടുക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യണം. ഇതാണ് ഒരു വിവേകി എന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നന്മയും തിന്മയും ഉണ്ട്, ഒപ്പം നമുക്ക് നന്മയും തിന്മയും ഉണ്ട്, ഒപ്പം ഭഗവാൻ നമുക്ക് വിവേകബുദ്ധിയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നന്മ മാത്രം തിരിച്ചറിയാൻ സാധിക്കണം. അതിൽ നിന്ന് നല്ല ഭാവം ഉള്ളിൽ വളർത്തിയെടുക്കാൻ സാധിക്കണം. എല്ലാം ഭഗവാൻ ആണെന്ന് വെച്ച് കെട്ടതിനെ സ്വീകരിക്കാൻ അല്ല പറയുന്നത്. മനസ്സിനെ നല്ല ഭാവങ്ങൾ വളർത്തുമ്പോൾ ആണ് അവനവന് ശാന്തി ഭവിക്കുന്നത് എന്നതിനാൽ വിവേകബുദ്ധിയോടെ ഇവിടെ ഭഗവാൻ ബുദ്ധി, ജ്ഞാനം, ക്ഷമ, സത്യം, ദമ, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്നാൽ ഈ സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതിനെ വിവേകബുദ്ധിയോടെ ഇതൊരു അപേക്ഷയായിട്ടാണ് എനിക്ക്
സുഖം തരുന്നത്. മറ്റൊരു ആവേശികമാണ്. സുഖവും ദുഃഖവും ആവേശികമാണ്. എനിക്ക് സുഖം തരുന്നതും മറ്റൊരാൾക്ക് ദുഃഖം ആയിട്ട് ഭവിക്കും. എനിക്ക് ദുഃഖമായിട്ട് വരുന്നത് മറ്റൊരാൾക്ക് സുഖമായിട്ട് ഭവിക്കും. അപ്പൊ അത് രണ്ടും തമ്മിൽ ആവേശികമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയാൽ സുഖവുമില്ല ദുഃഖവുമില്ല. ഇങ്ങനെ തിരിച്ചറിഞ്ഞ് ഒരു വിവേകിക്ക് ജീവിക്കുക. ഇതിനു വേണ്ടിയാണ് ഭഗവാൻ ഇത് പറഞ്ഞു തരുന്നത്. നല്ലതും ചീത്തയും അത് തിരിച്ചറിയാൻ സാധിക്കണം. എന്നാൽ ചീത്തയായി കാണുന്നതൊന്നും അത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അതിനെ വെറുതെ ഭഗവാനിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞാൽ ചീത്ത ഭാഗങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ നന്മയായാലും തിന്മയായാലും ശരി, നാം കാണുന്നത് എന്തും ഭഗവാനിൽ നിന്നുള്ള കിട്ടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ കൃഷ്ണൻ ഇല്ലാത്തതൊന്നും ഈ ഭൗതിക ലോകത്തിൽ ആവിർഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനാണ് ഇവിടെ ജ്ഞാനം പറയുന്നത്. അപ്പൊ എല്ലാം വെവ്വേറെ സ്ഥിതി ചെയ്യുന്നുവെന്ന് നമുക്കറിയാമെങ്കിലും എല്ലാം കൃഷ്ണനിൽ നിന്നും ഉത്ഭവിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇത്രയും ഈ 2 ശ്ലോകങ്ങൾ ഇത്രയും എനിക്ക് പറയാൻ പറ്റുന്നത്. എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പറഞ്ഞോളൂ മാതാജി, വായിച്ചോളൂ ശ്ലോകം. ശ്ലോകം ചെല്ലാം. ഞാൻ ചെല്ലിയായിരുന്നല്ലോ പ്രഭു ആദി. ഒന്നുകൂടെ ചൊല്ലിയോട്ടെ. ഹരേ കൃഷ്ണ. ശ്ലോകം 4. ബുദ്ധിർജ്ഞാനമസംമോഹ ക്ഷമാ സത്യം ദമാ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച. ശ്ലോകം 5. അഹിംസാ സമത തുഷ്ടിസ്തപോദാനം യശോ യശഃ ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിദഃ.